بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞ ഷജറത്തുൽ ഇൽം അത് ഏതൊക്കെയാണ്? അന്നിയത്തു അത് കാണാതെ പഠിച്ചില്ല, വെറുതെ എഴുതലാവരുത്, കൃത്യമായിട്ട് പഠിക്കണം, എന്നാലേ അത് ഉപകാരപ്പെടൂ. അന്നിയത്തു വൽ ഹിർസു, പിന്നെ അൽ കിതാബത്തു വൽ ഹിഫ്ദു വൽ അമലു ബിഹി അദ്ദഅവതു ഇലൈഹി വസ്സബ്ർ. ഇതാണ് 7 കാര്യങ്ങൾ. അപ്പൊ ഒന്ന് നമ്മളെ നിയ്യത്ത് നന്നാക്കണം. എന്തായിരിക്കണം നിയ്യത്ത്? നമ്മളുടെ അറിവില്ലായ്മ നീങ്ങിക്കിട്ടണം, നമ്മളിലുള്ള ജഹാലത്ത് ഇല്ലാതാവണം. ദീനറിയാത്തൊരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ദീനിനെ പറ്റി അറിയുന്ന ആളായി മാറണം. എന്നിട്ടോ അതനുസരിച്ച് ജീവിക്കണം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യണം. ഇതാണ് താലിബുൽ ഇൽമിന്റെ, അറിവ് പഠിക്കുന്ന ഒരാളുടെ നിയ്യത്ത്. നിയ്യത്തുണ്ടായാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? ആഗ്രഹം വേണം. ഹിർസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അത് വെറുതെ കിട്ടൂല, മനസ്സിന് താല്പര്യം ഉണ്ടാവും. മടിയോടുകൂടിയ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്നിട്ട് കാര്യമില്ല. മടിയന്മാർക്ക് അല്ലാഹു ഇൽമു കൊടുക്കൂല. കാരണം ഇൽമ് നൂറാണ്. എന്താ നൂറിന്റെ അർത്ഥം? പ്രകാശമാണ്. ആ പ്രകാശം നമ്മളെ കൽബിനെ പ്രകാശിപ്പിക്കണം. അത് അലസന്മാരായ, ഒരു താല്പര്യമില്ലാത്ത, വിലറിയാത്ത ആൾക്ക് അല്ലാഹു കൊടുക്കില്ല. ഒരു ദിവസം ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഫുൾ പേരെന്താ ആർക്കറിയാം? ഇമാം ഷാഫിയുടെ മുഴുവൻ പേര് ആർക്കറിയും? 4 പ്രധാനപ്പെട്ട ഇമാമിങ്ങൾ അറിയോ? ആരൊക്കെയാ? ഇമാം ഹനഫി, ഇമാം മാലിക്കി, ഷാഫിഈ, ഹംബലി. തർത്തീബുണ്ട്. ആദ്യ ആരാ? ഇമാം അബൂ ഹനീഫ. അതാണ് ആദ്യത്തെ ഇമാം, ഇമാം അബൂ ഹനീഫ. അതായത് ഹനഫി മദ്ഹബിലെ ഇമാം. അദ്ദേഹത്തിന്റെ ശേഷം വന്ന ഇമാമാണ് ഇമാം മാലിക് ബിൻ അനസ്. മാലിക്കി ഇമാം എന്ന് പറഞ്ഞാൽ മാലിക് ഇബ്നു അനസ്. അതിനുശേഷം വന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ. നാളെ ഫുൾ പേര് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ. 4ാമത്തെ ആളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ്. ഇതാണ് 4 പ്രധാനപ്പെട്ട ഇമാമുകൾ. ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ മുസ്ലിമീങ്ങൾ പാചകമായി അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ്. ഈ 4 ഇമാമിങ്ങളെ അല്ലാഹു അവന്റെ ദീനിനെ സംരക്ഷിക്കാനായി ഏർപ്പാട് ചെയ്ത ആളുകളാണ്. അവര് ഖുർആൻ പഠിച്ചും ഹദീസ് പഠിച്ചും അതിൽ നിന്ന് ഇസ്ലാമിന്റെ നിയമങ്ങൾ മനസ്സിലാക്കിയും അത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തും ഇസ്ലാമിനെ ജീവിപ്പിച്ച ആൾക്കാരാണ് ഈ ഇമാമിങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ഇമാം ഷാഫിഈ, മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ. ഷാഫിഈ മദ്ഹബിലെ ഇമാം. അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ പേരാണ് വഖിയ, ഇമാം വഖിയ. ഒരു ദിവസം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഒരു പരാതി പറഞ്ഞു, ശിക്കായത്ത്. എന്താ പരാതി എന്നറിയോ? ഞാൻ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല. പഠിക്കുന്നുണ്ട്, പക്ഷെ മറന്നു പോവാണ്. അതെന്തായിരിക്കും?
അപ്പൊ ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഷാഫിമ്മ പറഞ്ഞൊരു പാട്ടുണ്ട്, ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ദി, ഞാൻ ഉസ്താദായ വക്കീലിനോട് എന്റെ ഓർമ്മശക്തി ശരിക്കും നിൽക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞു. ഫഔസാനി ബിതർകിൽ ലിൽ മആസി, അപ്പൊ എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു, തെറ്റുകൾ ഒഴിവാക്കണം, തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കണം. ഹറാമ് പറയുക, ഹറാമ് കേൾക്കുക, കാണുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക, അത് ഒഴിവാക്കണം. എന്താ ഹറാമിനർത്ഥം? നിഷേധിക്കപ്പെട്ട, വെറുക്കപ്പെട്ട കാര്യങ്ങൾ. തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കാൻ എന്റെ ഉസ്താദ് എന്നെ ഉപദേശിച്ചു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ്ഖൻ, ഇൽമ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നൂറാണ്, പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി, തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു ആ പ്രകാശം കൊടുക്കൂല. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇൽമ് മനസ്സിലാവുന്നില്ലെങ്കിൽ, പഠിക്കാൻ താല്പര്യം കിട്ടുന്നില്ലെങ്കിൽ, പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ സംതിങ് റോങ്, നമുക്കെന്തോ പ്രശ്നമുണ്ടെന്ന് അർത്ഥം. നമ്മൾ ക്ലിയർ അല്ല. പുറമേ നമ്മൾ ക്ലിയർ ആയിരിക്കും, പുറത്ത് നല്ല കുപ്പായം, നല്ല മുഞ്ചുണ്ട്, നല്ല വെളുപ്പുണ്ട്, നല്ല മുടിയുണ്ട്, നല്ല മണമുണ്ട്, നല്ല അത്തറുണ്ട്, നല്ല ഷൂ ഉണ്ട്, നല്ല ചെരുപ്പുണ്ട്. പുറമേ നന്നായിട്ട് കാര്യമില്ല. കാരണം പുറമെ നന്നായത് ആരെ കാണും? നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർ മാത്രമേ നോക്കുള്ളൂ. നമുക്ക് കാണിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹു നോക്കൽ എവിടെയാ? ഹൃദയമാണ്. അപ്പൊ ഹൃദയത്തിൽ എന്തെങ്കിലും സംതിങ് ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ നൂറായ ഇൽമ് കൊടുക്കൂല. അതുകൊണ്ട് ഇൽമ് നമുക്ക് താല്പര്യം വരുന്നില്ലെങ്കിൽ, പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. പാവങ്ങൾ മാപ്പായി കിട്ടിയാലേ ഇൽമ് കയറുള്ളൂ. ഇപ്പൊ ഈ ക്ലാസ്സിൽ കട്ടൻ ചായ ഉണ്ട്. കട്ടൻ ചായ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം. കട്ടൻ ചായ നല്ല വെളുത്ത നിറത്തിലുള്ള സാധനമല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. ബ്ലാക്ക് ടീന്റെ കളർ വൈറ്റ് അല്ലേ? എന്നാ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും അവന്റെ ബുദ്ധി? ബ്ലാക്ക്. ആ ഗ്ലാസ് നിറച്ചുണ്ടെന്ന് വെച്ചോ, എന്തെന്ന്? ബ്ലാക്ക് ടീ. നിങ്ങളെന്താ പറഞ്ഞ? കണ്ണൻ ചായ, കാലിച്ചായ. അതിന് വെളുവെളുത്ത പാല് നിറക്കണം. എന്ത് ചെയ്യും? കണ്ടച്ച ആ ഗ്ലാസ്സിന് അതിന് പകരം പാല് നിറക്കണം. ഈ കണ്ണൻ ചായയിൽ പാൽ ഒഴിച്ചാൽ അത് വെളുക്കുവോ? ഇല്ല. അതിന് വെളുത്തല്ല, വേറെന്തോ കളറായിട്ട് മാറുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം അതിനുള്ള കറുപ്പ് ചായ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? കഴുകണം. എന്നിട്ട് എന്ത് ചെയ്യണം? പാൽ ഒഴിക്കണം. അങ്ങനെയാ നമ്മളെ കൽപ്പ്, നമ്മളെ ഹൃദയം. അതിൽ കട്ടചായ ഉണ്ടെങ്കിൽ ഇൽമാകുന്ന പാല് അങ്ങോട്ട് ഒഴിച്ചാൽ കേറില്ല. അത് കേറണമെങ്കിൽ ആദ്യം ആ കറകള് കഴുകിക്കളയണം. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം? പാൽ ഒഴിക്കണം. എന്നാലേ ഇല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആകും. മിക്സ് ആയാൽ പിന്നെ എന്ത് ചെയ്യില്ല. ചായ കൂട്ടത്തിൽ ഏറ്റവും മോശമായ ചായ പാൽ ചായയാണ്. അതറിയോ? കാരണം എന്തായി? പാലും ചായപ്പൊടിയും കൂടി മിക്സ് ആകുമ്പോൾ പോയസനാണ് ശരിക്കും പറഞ്ഞാൽ. അതേപോലെയാണ് കറുത്ത ഹൃദയത്തിലേക്ക് വെളുത്ത ഇൽമ് കയറിയാൽ ഉപകാരപ്പെടില്ല. നമ്മൾ കാണുന്നില്ലേ? ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഭയങ്കര കുറ്റക്കടയിരിക്കും, ചീത്ത പറയും, മോശമായ സ്വഭാവം ഉണ്ടാവും, സിനിമ കാണും, പാട്ട് കേൾക്കും, വീടി വലിക്കും, ഇൽമു പഠിച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാ? ആദ്യം കൽബിനെ എന്താക്കിയില്ല? വൃത്തിയാക്കിയില്ല. വൃത്തിയാക്കിയതിന് ശേഷം വേണം നൂറ് കയറ്റാൻ. അതുകൊണ്ട് പഠിച്ചിട്ട് നമ്മുടെ മനസ്സിലത് നിൽക്കുന്നില്ലെങ്കിൽ, നമുക്കതിനോടൊരു താല്പര്യം വരുന്നില്ലെങ്കിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. വസ്ത്രം കഴുകാനുള്ള സാധനമാണെന്ത്? ചായ, തൈര, വെള്ളമോ? വെള്ളം
കുപ്പായ കഴുകല് വെള്ളം കൊണ്ടല്ലേ? നീ എന്താ പറഞ്ഞ ടൈഡാ? വെള്ളം ഒഴിക്കട്ടെ. നമ്മുടെ വസ്ത്രം കഴുകാൻ, നമ്മുടെ ശരീരം കഴുകാൻ, നമ്മുടെ സാധനങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? വെള്ളം. ഹൃദയം കഴുകാൻ ഇസ്തിഗ്ഫാർ. ഹൃദയത്തെ കഴുകുന്ന വെള്ളമാണ് ഇസ്തിഗ്ഫാർ. നമ്മളൊക്കെ പാപികളല്ലേ, പോലെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ? നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ പഠിക്കാനൊരു താല്പര്യം വരും, ഇൽമിനോട് ഒരാഗ്രഹം വരും. ഹെർസ്, അത് കിട്ടണം. ഹെർസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഹെർസിന്റെ ഏറ്റവും വലിയ അടയാളം എന്താ അറിയോ? അൽ കിതാബ്. ഒരു ഉസ്താദ് എന്ത് പറയുന്നത് കേട്ടാലും എഴുതിയെടുക്കും. നഷ്ടപ്പെട്ട് പോവാണ്ടിരിക്കാൻ, മറന്നു പോവാണ്ടിരിക്കാൻ പെട്ടെന്ന് എന്ത് ചെയ്യും? നോട്ട് ചെയ്യും. അത് ആഗ്രഹത്തിന്റെ അടയാളാണ്. തീരെ താല്പര്യമില്ലാത്ത ബാക്ക് ബെഞ്ചില്ലേ, അത് ഇവരല്ല. സാധാരണ ബാക്ക് ബെഞ്ചില്ലേ സ്കൂളിലൊക്കെ ഉണ്ട്. ആരാ ബാക്ക് ബെഞ്ച്? നോട്ട്സ് പൂർത്തിയാക്കുമോ? പറഞ്ഞ സമയത്ത് ഹോംവർക്ക് ചെയ്യോ? കാരണം എന്തില്ല? ഹെർസില്ല. ഹെർസുള്ളവൻ നോട്ട്സ് എല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പൊ കിതാബത്ത് അതിന്റെ അടയാളാണ്. ഒരു എഴുത്ത് പഠിക്കാനുള്ള താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്നതിന്റെ അടയാളമാണ് ഈ എഴുത്ത്. എഴുതി വെച്ചവൻ എന്ത് ചെയ്യും? ബൈഹാർട്ട് ചെയ്യും. അറിയാം കിതാബ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ബുക്കാണെങ്കിലും മാറിപ്പോവാം, അല്ലെങ്കിൽ ബുക്കുകൾ വെച്ചിട്ട് വരക്കിട്ട് പോവാം, പിന്നെ മറന്നു. പെട്ടെന്ന് ഹിഫ്ലാക്കും. ഹിഫ്ലാക്കിയവന്റെ കൽവിൽ ആ ഇൽമു ഉറച്ചു, അവൻ അമൽ ചെയ്യും. അമൽ ചെയ്യുന്ന ഒരാള് എന്താക്കും? അത് മറ്റുള്ളവൻ ചെയ്യണം എന്ന ആഗ്രഹം അവന്റെ മനസ്സിന് വരും. കാരണം അവന്റെ കൽവ് നന്നായി, അവന്റെ ഇൽമ് അവന്റെ കൽവിനെ പ്രകാശിപ്പിച്ചു. ആ പ്രകാശം മറ്റുള്ളവന് കിട്ടണം എന്ന് സ്വാഭാവികമായിട്ട് അവൻ ചിന്തിക്കും. അപ്പൊ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എന്റെ കൈമ ടോർച്ചുണ്ട്, എന്റെ ബാക്കിൽ ഒരുത്തം വരുന്നുണ്ട്, ഞാൻ ടോർച്ച് പോകുമ്പോൾ വരുമ്പോ ഓഫാക്കും. അങ്ങനെ ഓഫാക്കുന്ന ക്രൂരനായ സ്വഭാവമല്ലേ? ഞാൻ എന്ത് ചെയ്യും? ഓനും കൂടി കിട്ടുന്ന രീതിയിൽ നടിച്ചു കൊടുക്കും നടക്കാൻ. കാരണം ഇതാ, ഹൃദയത്തിന് 100 കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രകാശം ബാക്കിയുള്ളവനും കൂടി കിട്ടണം എന്ന ആഗ്രഹം വരും. അപ്പൊ അങ്ങോട്ട് ദഅവത്ത് ചെയ്യും. അങ്ങനെ ആഗ്രഹത്തോടെ മറ്റുള്ളവരും കൂടി നന്നാവണമെന്ന ആശയോടെ ദഅവത്ത് ചെയ്യുന്ന ആൾക്ക് ഏത് ഉപദ്രവവും പ്രശ്നമായിരിക്കില്ല. അവരെ കളിയാക്കും, ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ ദേഷ്യപ്പെടും. അതൊന്നും എന്തല്ല, വിഷയമല്ല. അവര് സബറോടുകൂടി മറ്റുള്ളവരെ അതിലേക്ക് വിളിക്കും. അവിടാണ് തുടക്കത്തിലെ ശജറത്തുൽ ഇൽമ് പറഞ്ഞത്. ആ മനസ്സിലുണ്ടാവണം. അതിനനുസരിച്ച് വേണം നമ്മുടെ പഠനം മുന്നോട്ട് പോവാൻ. എന്നാലേ ഉപകാരപ്പെടും. അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഈ രാത്രിയിലുള്ള ക്ലാസ്സിൽ അഖീദയാണ്. അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസം, ആദർശം എന്നൊക്കെ പറയും. അതായത് വിശ്വാസമില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹുവിനുള്ള വിശ്വാസം എന്താണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അതുപോലെ വിശ്വസിക്കാതെ നമ്മൾ എത്ര നന്നായിട്ടും കാര്യമില്ല. കാരണം എന്താ? വിശ്വാസിയെ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. വെറും വിശ്വാസിയല്ല, സത്യവിശ്വാസം. ഇപ്പം സത്യമെല്ലാത്തതിനും വിശ്വാസമുള്ള ആൾക്കാരില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ പാട് ദുആ ചെയ്താലോടാ? അള്ളാഹിനോട്. നിങ്ങളെ ഹിന്ദുക്കളായ കൂട്ടുകാരോ? ആരോടാ ദുആ ചെയ്യാം? അവരുടെ ദൈവത്തിനോടല്ലേ? എന്തുകൊണ്ടാ? അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ടല്ലേ. അപ്പൊ അവരും വിശ്വാസിയാണ്. നിങ്ങളെ നസാറാക്കളായ ചങ്ങായിമാരോട് ദുആ ചെയ്യാൻ രാവിലെ യേശുവിനോട്. അപ്പൊ ഒരു വിശ്വാസിയാണ്. അപ്പൊ വിശ്വാസിയല്ല ആവേണ്ടത്, പിന്നെയോ സത്യവിശ്വാസിയാവും. അതായത് ഏതിനെയാണോ ശരിക്കും വിശ്വസിക്കേണ്ടത് അത് വിശ്വസിക്കുന്ന ആളാണ്. ആ സത്യവിശ്വാസിയെ മാത്രമേ അള്ളാഹു കബൂലാക്കൂ. അവൻ ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമേ അള്ളാഹു സ്വീകരിച്ച് കൂലി കൊടുക്കൂ. അപ്പൊ വിശ്വാസം എന്ത് എന്നറിയാത്ത ഒരാൾക്ക് ആരാവാൻ പറ്റൂല, സത്യവിശ്വാസിയാവാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ എന്താ? അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ച, നമ്മളെ സൃഷ്ടിച്ച റബ്ബായ അള്ളാഹു അടിമകളിൽ നിന്ന് എന്ത് വിശ്വാസമാണ് ആഗ്രഹിക്കുന്നത്, ഏതൊക്കെയാണ് അവന് വിശ്വസിക്കേണ്ടത് എന്ന് അവൻ പറഞ്ഞിരുന്നതിൽ നമ്മൾ അറിയാതെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വിശ്വാസിയാവാതെ നമ്മൾ ചെയ്യുന്ന അമലൊന്നും അള്ളാഹു കബൂലാക്കില്ല. അത് വെറുതെ ചെയ്യുന്ന അവളായി മാറും.
അപ്പൊ നിർബന്ധമായും പഠിക്കേണ്ട കേസാണ് ഇത് വിശ്വാസം, അഖീദ. അവിടെ ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ് ഇൽമുൽ അഖീദ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നിസ്കാരം പഠിച്ചു. നിസ്കാരത്തിന്റെ തുടക്കം തക്ബീറത്തുൽ ഇഹ്റാം തൊട്ട് സലാം വീട്ടുന്നവരെയുള്ള എല്ലാ മസലയും പഠിച്ചു. അതിന്റെ ഫർദും സുന്നത്തും മദബും എങ്ങനെ ചെയ്യേണ്ടത്, എത്ര ചെയ്യണം, ഭയങ്കരമായിട്ട് പഠിച്ചു. പക്ഷെ അയാൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഇല്ലെങ്കിൽ ആ നിസ്കാരം കൊണ്ട് ഒരു ഉപകാരമില്ല. കാരണം ആരുടെ നിസ്കാരമാണ് അല്ലാഹു നിസ്കാരമായിട്ട് പരിഗണിക്കുക? വിശ്വാസത്തോടു കൂടി നിസ്കരിക്കുന്ന ആരുടെ നിസ്കാരം. ഒരാള് ദാനധർമ്മങ്ങളുടെ പോലീശെല്ലാം കേട്ടിട്ട് ലക്ഷക്കണക്കിന് റുപ്യ അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്തു, ആളുകൾക്ക് കൊടുത്തു, പാവങ്ങൾക്കും പട്ടിണിക്കാർക്കും വിധവകൾക്കും എല്ലാം കൊടുത്തു. അതൊക്കെ അള്ളാഹു കബൂലാക്കണമെങ്കിൽ ആ കൊടുത്ത ആള് ആരാവണം? സത്യവിശ്വാസിയാവണം. അതുകൊണ്ട് ആദ്യം നമ്മൾ മറ്റെന്തിനേക്കാളും അധികം പഠിക്കേണ്ടത് അഖീദയാണ്. അതിനാണ് ഇൽമുൽ അഖീദ എന്ന് പറയാം, വിശ്വാസപരമായ അറിവ്. ഈ അഖീദ എന്ന പദത്തിന് രണ്ടർത്ഥം ശരിക്കും ശ്രദ്ധിക്കണേ, പഠിച്ചു വെക്കണം. അഖീദ എന്ന് പറയുന്ന നമ്മൾ സാധാരണ വിശ്വാസം, ആദർശം എന്നൊക്കെ പറയില്ലേ, നമ്മൾ എന്തേ പറയാവൂ? അഖീദ. നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മുടെ പ്രയോഗത്തിലും വർത്തമാനത്തിലും ഒക്കെ അതന്നെ വരണം. അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടിയാവും. നമ്മളങ്ങനെ പറയുമ്പോൾ ഇവരെന്താ ഈ പറയുന്ന പുതിയൊരു വാക്ക് നേടുന്ന കേട്ടത്, ആ ഇന്ന സ്ഥലത്ത് നിന്ന് കേട്ടതാ, എന്നാ നീയും നിൽക്കും കേൾക്കാം, ദഅവത്താവും. അഖീദ. നമ്മുടെ നിന്റെ വിശ്വാസം എന്താ, നിന്റെ ആദർശം എന്താ, അതിന് പകരം നിന്റെ അഖീദ എന്താണ്? രണ്ടർത്ഥമാണ് അഖീദ എന്ന് പറയുന്ന പദം. എങ്ങനെ അഖീദ എഴുതുക അറിയോ? കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കണേ. ഇൽമുൽ അഖീദ എങ്ങനെ എഴുതുക? ഇൽമുൽ അഖീദ. എഴുതാൻ മനസ്സിലാവുന്ന അക്ഷരങ്ങൾ അറബി എഴുതാൻ അറിയാത്ത ആൾക്കുള്ള എഴുതാൻ അറിയാത്തവർ മഹാന്മാരായിട്ട് അറബി എഴുതാനില്ലേ? 4 ലൈൻ കോപ്പി കൊണ്ടുവന്ന് എഴുതി പഠിപ്പിക്കാം. 4 ലൈൻ ബുക്കില്ല, പണ്ട് 1ാം ക്ലാസ്സിൽ എഴുതി പഠിച്ചിട്ട് അതുകൊണ്ടെന്നാ അറബി എഴുതി പഠിക്കാം. ഇൽമുൽ അഖീദ എന്താ ഇതിനർത്ഥം? വിശ്വാസപരമായ അറിവ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നു. വിശ്വാസപരമായ അറിവ് നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെ പറയാം? നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സബ്ജക്റ്റില്ലേ, മലയാളം, ഇംഗ്ലീഷ്, പിന്നെ സയൻസ്, അങ്ങനെ ഓരോ വിഷയങ്ങളില്ലേ, ഓരോന്നും ഓരോ ഇൽമുകളാണ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജാണ്, ലുഗത്താണ്, ലുഗത്ത്. പിന്നെയോ ബയോളജിയോ അതൊരു പ്രത്യേക ഇൽമാണ്. പിന്നെ കെമിസ്ട്രി, ഫിസിക്സ് അതൊരു പ്രത്യേക ഇൽമാണ്. മനസ്സിലാകുന്നില്ല? അതിനെല്ലാം ഓരോ പേരുണ്ട്. അതേപോലെ ഇസ്ലാമിലും ഇൽമുൽ അഖീദ, പിന്നെയോ ഇൽമുൽ ഫിഖ്, അത് ശരിക്കും നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. ഇൽമുൽ അഖീദ പറയുന്ന പോലെ നമ്മൾ പറയും ഇൽമുൽ ഫിഖ്, പിന്നെയോ ഇൽമുൽ ഖുർആൻ, പിന്നെ ഇൽമുൽ ഹദീസ്. ഇതെല്ലാം ഓരോ വിഷയങ്ങളാണ്. ഫിഖിന്റെ അറിവ്, ഖുർആന്റെ അറിവ്, ഹദീസിന്റെ അറിവ്, അതെല്ലാം പ്രത്യേക പ്രത്യേക വിഷയങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് ഇൽമുൽ അഖീദ. കാരണം ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ പഠിച്ചു, ശാസ്ത്രത്തിന് കാര്യമില്ല. ഖുർആനൊക്കെ നന്നായി ഓതാനും ഖുർആനിന്റെ അർത്ഥവും ഖുർആനിന്റെ തഫ്സീറും ഒക്കെ പഠിച്ചു വെച്ചു. പക്ഷെ എന്താ അറിയില്ല? അഖീദ അറിയില്ല. ഒരു കാര്യമില്ല.
നമ്മുടെ നാട്ടിലുള്ള ഇങ്ങോട്ട് നോക്കണേ, സംസാരിക്കരുത്. നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു മതവിശ്വാസികൾ, ഹൈന്ദവർ, അവര് വന്ന് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഖുർആനെ നന്നായിട്ട് വായിച്ചു പഠിച്ചു, അർത്ഥം പഠിച്ചു, അതിന്റെ തഫ്സീറെല്ലാം പഠിച്ചു. അവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമോ? ഇല്ല. കാരണം അവർക്ക് അഖീദയില്ല, വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ് അഖീദയാണെന്ന് പറയാൻ കാരണം. ഇൽമുൽ അഖീദ. മനസ്സിലായല്ലോ? രണ്ടർത്ഥങ്ങളുണ്ട് അഖീദ എന്ന് പറയുന്ന വാക്കിന്. ഒന്ന് ഭാഷാപരമായിട്ടുള്ള അർത്ഥം. ലുഗത്തൻ എന്താ ഭാഷാപരമായ അർത്ഥത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. അതായത് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കല്ല് എന്താ സാധനം? സ്റ്റോൺ. അത് ആ സാധനത്തിന്റെ പേരല്ല. ഇപ്പൊ ഭാഷയിൽ ആ സാധനത്തിന് പറയുന്ന പേരാണ് കല്ല്. നമ്മുടെ മലയാളത്തിൽ നിങ്ങളെ നാട്ടിലോ കല്ലുണ്ട്, കന്നഡയില് കല്ലു, കല്ലു. അതാണ് ലുഗത്തൻ ആ സാധനത്തിന്റെ പേര്. മറ്റൊന്ന് അതിന്റെ ഒരു നിർവചനമുണ്ട്, ഡെഫിനിഷൻ കല്ലിന്റെ. അതെന്താ? ഭൂമിക്കടിയിൽ നിന്ന് മെഷീൻ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ മുറിച്ചെടുക്കുന്ന കല്ലും മറ്റും കൂടിച്ചേർന്ന ഒരു സാധനത്തിന് പറയുന്ന പേരാണ് കല്ല്. അല്ലേ? അപ്പൊ രണ്ടർത്ഥമില്ലേ? അങ്ങനെ ഇതിനുണ്ട്. ഞാൻ വേറൊരർത്ഥം പറയാം. പിന്നെ ഓട് എന്താണ്? വീട്ടിന്റെ മുകളിൽ വെക്കുന്ന സാധനം ഓട്. അത് ആ ഭാഷയിൽ ആ സാധനത്തിന് പറയുന്ന പേരാണ്. അതിന്റെ സാങ്കേതിക അർത്ഥം എന്താ? ഇസ്ലാഹൻ. അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്താ? ഒരു കമ്പനിയിൽ വ്യത്യസ്ത മെറ്റീരിയൽ ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് കുഴച്ച് ഒരു അച്ചുണ്ടാക്കി അതിലിട്ട് ഒരു പ്രത്യേക കോലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനം. നല്ല പറയാ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ എല്ലാത്തിനും രണ്ടർത്ഥങ്ങളുണ്ട് അറബി ഭാഷയിൽ. മനസ്സിലായില്ല? ഇല്ല. വേറെ ഉദാഹരണം പറയാം. ഇതില്ലേ പേന, പെന്ന്. അപ്പൊ ഈ പെന്നിങ്ങനെ ഈ സാധനമില്ലേ, ഇത് വാച്ച്. ലുഗത്തൻ ഭാഷയിൽ ഈ സാധനത്തിന് വാച്ച് എന്ന് പറയും. അല്ലേ? ഇപ്പൊ ചെറിയൊരു വാച്ച് ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ഒരാളുടെ മുന്നിൽ വാച്ച് ഇങ്ങനെ കാണിച്ചത് എന്താന്ന് ചോദിച്ചാൽ വാച്ച് ഇത് പേരേ മനസ്സിലാവും, പിന്നെന്ത് മനസ്സിലാവില്ല, ഇതെന്താ സാധനം മനസ്സിലാവില്ല. അപ്പൊ എന്ത് പറയും? അത് ആളുകൾക്ക് സമയം അറിയാനായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. മനസ്സിലായോ? അതാണ് രണ്ടർത്ഥങ്ങളുണ്ട്. അഖീദത്തും അതേപോലെ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് ഭാഷാപരമായി അഖീദ എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നല്ല. കെട്ടുക മനസ്സിലായോ? അതെ, തായ്പും വിശാലൊക്കെ മറ്റേ കെട്ടിലേക്ക് പോയി. 24 വയസ്സായില്ലേ? കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? കയറോണ്ട് കെട്ടല്. പെണ്ണ് കെട്ടുന്ന കഥയല്ല പറഞ്ഞത്, കയറോണ്ട് കെട്ടല്. മനസ്സിലായോ? അതായത് കെട്ടി മുറുക്കി വെക്കുക. അതാണ് അഖദ എന്ന് പറഞ്ഞ. കെട്ടിയിട്ട് മുറുക്കി വെക്കുക. ഒരു സാധനം കെട്ടി വെക്കുന്ന എന്തിനാ? പോവാണ്ടിരിക്കാൻ, നീങ്ങി പോവാണ്ടിരിക്കാനല്ലേ കെട്ടി വെക്കുന്നത്. അപ്പം അഖീദ എന്ന വാക്കിന്റെ അർത്ഥം കെട്ടി മുറുക്കി വെക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഖൽബ് വേറൊന്നിലേക്കും തെറ്റിപ്പോവാതെ അള്ളാന്റെ വഴിയിൽ തന്നെ കെട്ടി വെക്കുക. അതാണ് അഖീദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലാത്ത വഴികളിലേക്കൊന്നും മനസ്സ് തെറ്റിപ്പോവാതിരിക്കാൻ മനസ്സിനെ കെട്ടി മുറുക്കി വെക്കുക. അതാണ് അഖീദ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന വാക്കർത്ഥം. ഓക്കെ, ക്ലാസ് കേട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് എഴുതി വെക്കണം കേട്ടോ. ഓരോന്നും മനസ്സിലുള്ളത് ഇന്ന കാര്യം എഴുതി വെക്കണം. രണ്ടാമത്തെ അർത്ഥം ഇസ്തിലാഹൻ. അതിന്റെ താരീഫ് എന്താന്ന് പറഞ്ഞാൽ അത് അറബിയില് എഴുതി തന്നാൽ നിങ്ങൾ പഠിക്കുമോ?
കാണാതെ ഇംഗ്ലീഷ് പറയാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് പഠിച്ചിട്ട് വരണം, അല്ലാണ്ട് പറയാൻ കഴിയില്ല. അറബി നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആക്കിയാൽ പോലെ ഫോണില് എഴുതിക്കോ. ഇമ്മലത്തെ താമസിച്ച ഇത് വായിച്ച ലൂഗത്തിൽ എന്താ പറഞ്ഞത്? അൽ-അഖ്ദു അന്നെഴുതിക്കോ, പക്ഷെ അന്നെഴുതിക്കോ. ലൂഗത്തൻ ലൂഗത്തൻ അഖീദ എന്ന് പറഞ്ഞാൽ അൽ-അഖ്ദു എന്താ അതിന്റെ അർത്ഥം? കെട്ടുക. കെട്ടൽ എന്താ പറയുന്നത്? ഏടാ ഞാൻ ചാമ്പൽ കെട്ടിയെന്ന് പറഞ്ഞു കന്നഡയിൽ. കെട്ടുക. ഇസ്തിലാഹൻ ഈ ഓരോ വാക്കുകളും പഠിച്ചു വെക്കണം കേട്ടോ. ഓരോ വാക്കുകളും പഠിച്ചു വെക്കണം. ഇസ്തിലാഹൻ, ഇസ്തിലാഹൻ എന്ന് പറഞ്ഞാൽ ആ അഖീദ എന്ന പദത്തിന്റെ ദീനിയായ അർത്ഥം, ഡെഫിനിഷൻ. ദീനിയായ എന്ന് പറഞ്ഞാൽ മതപരമായ, മനസ്സിലായോ? ഇപ്പൊ അഖീദ എന്ന് പോത്തിനെ കെട്ടുന്ന ആളും അഖീദ എന്ന് പറയും. അപ്പൊ അയാൾ പറയുമ്പോൾ എന്താ, ഞാൻ പോത്തിനെ കെട്ടിയെന്നാണ്. പോത്തിനെ കെട്ടുന്ന അഖീദ എന്ന് പറഞ്ഞാൽ പോത്തിനെ എങ്ങനെയാ കെട്ടുണ്ടെന്നുള്ള അറിവ്, മനസ്സിലായോ? ദീനിൽ അഖീദ പറഞ്ഞാൽ അതാണ് ഇസ്തിലാഹൻ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. എഴുതി വെച്ചോ. الإيمان الإيمان الجازم. എഴുതി പഠിച്ചോളെ. الإيمان الجازم بالله تعالى എഴുതുന്ന മനസ്സിലാകണ്ട. വ്യത്യാസക്കാരൻ പോലോ എഴുതുന്നില്ലേ? الإيمان الجازم بالله تعالى. الإيمان الجازم بالله تعالى. الإيمان جازم بالله تعالى. മനസ്സിലായോ? അഖീദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഖീദ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസപരമായ കാര്യങ്ങൾ. അതിന് പറയുന്ന പേരാണ് ഇൽമുൽ അഖീദ. അതാണ് അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ അറിവ്. അറിവ് പലതരമുണ്ട്. ഫിഖഹിന്റെ അറിവുണ്ട്, ഖുർആൻ ഓതുന്ന അറിവുണ്ട്, ഖുർആന്റെ അർത്ഥം പഠിക്കുന്ന ഇൽമുണ്ട്, ഹദീസിന്റെ ഇൽമുണ്ട്, പിന്നെയോ കച്ചവടപരമായിട്ടുള്ള ഇൽമുണ്ട്, പിന്നെ അനന്തരാവകാശ സ്വത്തില്ലേ? അനന്തരാവകാശം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ സ്വത്ത് എങ്ങനെ കണക്കാക്കണം, അതിനെ പറ്റിയുള്ള പ്രത്യേക ഇൽമുണ്ട്.
അങ്ങനെ പലതരം ഇൽമുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമാണ് ഏത്? ഇൽമുൽ അഖീദ. സമയം വെറുതെ നമുക്ക് നഷ്ടമായി പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ വന്ന് ഇരുന്ന സ്ഥിതിക്ക് എന്തായാലും ഇത് പഠിച്ചെടുക്കണം. ഓക്കെ? ഇൽമുൽ അഖീദ. അഖീദ എന്ന പദത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് ഭാഷാപരമായ അർത്ഥം, മറ്റൊന്ന് മതപരമായ അർത്ഥം. മതപരം എന്ന് ഇംഗ്ലീഷ് എങ്ങനെ പറയാം? മതപരം എന്നത് മനസ്സിലായോ? മതപരം, മതത്തിന് എന്താ ഇംഗ്ലീഷ് പറയാം? റിലീജിയൻ. ഞാൻ നിങ്ങൾ ഈ മതപരമായ അർത്ഥം എന്ന് പറഞ്ഞത് മനസ്സിലായോ? ലുഗത്തെന്ന് പറഞ്ഞാൽ ഭാഷാപരമായ അർത്ഥം, ഭാഷയിൽ അതിന് പറയുന്ന പേര്. എന്നാൽ ദീനിൽ ആ വസ്തുവിന് എന്താണ് പറയുക? അതാണ് മതപരമായ പേര്. ഉദാഹരണത്തിന് ഞാൻ പറയാം. നിസ്കാരം. സ്വലാത്തിൽ ലുഗത്തൻ നിസ്കാരം എന്നതിന് അർത്ഥമുള്ളൂ, പ്രാർത്ഥന. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ പ്രാർത്ഥന, ദുആ എന്നതിന് അർത്ഥമുള്ളൂ. എന്നാൽ ദീനിയായിട്ട് പറഞ്ഞാലോ? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും അടങ്ങിയ ഒരു കർമ്മത്തിന് പറയുന്ന പേരാണ് സ്വലാത്ത്. മനസ്സിലായോ? അറക്കലില്ല, പശുവിനെ അറക്കല്, ആടിനെ അറക്കല്. അറക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അത് ആ വാക്ക് ലുഗത്തൻ, ഭാഷാപരമായി. ദീനിയായിട്ട് പറഞ്ഞാലോ? അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അധ്വാനിച്ച പണം ഉപയോഗിച്ച് ഒരു മൃഗത്തെ വാങ്ങി അള്ളാഹുവിന് വേണ്ടി അറുത്തു കൊടുക്കൽ. അതാണ് ദീനിയായ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അഖീദന്റെ ലുഗത്തൻ എന്താണ് അർത്ഥം? അൽ അഖ്ദു, കെട്ടുക, മുറുക്കുക എന്നർത്ഥം. എന്നാൽ ഇസ്തിലാഹൻ, ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ ദീനിലുള്ള അർത്ഥം അൽ ഈമാനുൽ ജാസിമു ബില്ലാഹി തആല. എന്താ അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ? വിശ്വസിക്കൽ. അൽ ജാസിമു, ഉറപ്പുള്ള, ഇങ്ങനെ ആടാത്ത, സംശയമില്ലാത്ത, തെറ്റില്ലാത്ത, ഉറപ്പുള്ള ഈമാൻ. ആരെ കൊണ്ട്? ബില്ലാഹി തആല, അല്ലാഹുവിനെ കൊണ്ടുള്ള ഉറപ്പുള്ള വിശ്വാസത്തിനാണ് അഖീദ എന്ന് പറയുന്നത്. മനസ്സിലായോ? അള്ളാഹുവിനെ കൊണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു അയച്ച നബിമാര്, അള്ളാഹുന്റെ മലായിക്കള്, പിന്നെ അള്ളാഹു അയച്ച കിതാബുകള്, പിന്നെ അന്ത്യനാള്, അതെല്ലാം അതിൽ പെട്ടു. അതിലോരോന്നായിട്ട് വരും. അപ്പൊ അൽ ഈമാനുൽ ജാസിമു ബില്ലാഹി തആല, അത് കാണാതെ പഠിച്ചു നോക്കണം. ഈ രണ്ടർത്ഥങ്ങളും. അഖീദ എന്ന് പറഞ്ഞാൽ ലുഗത്തൻ അൽ അഖ്ദു, ഭാഷയിൽ കെട്ടുക, മുറുക്കുക എന്നാണ് അർത്ഥം. ഇസ്തിലാഹൻ, ദീനിൽ അഖീദ എന്ന് പറഞ്ഞാൽ അൽ ഈമാനുൽ ജാസിമു ബില്ലാഹി തആല, അല്ലാഹു തആലയിലുള്ള ഉറച്ച വിശ്വാസത്തിന് പറയുന്ന പേരാണ് അഖീദ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അഖീദ എന്ന പദത്തിന്, എന്ന വാക്കിന് ഇസ്ലാമിൽ വേറെയും ചില പേരുകളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഇൽമുൽ അഖീദ എന്ന് പറഞ്ഞല്ലോ, ഇസ്ലാമിൽ അതിന് വേറൊരു പേര് കൂടി പറയും, ഇൽമുസ്സുന്നഹ്. നോട്ടേണേ, ഇൽമുൽ അഖീദന്റെ മറ്റൊരു പേരാണ് ഇൽമുസ്സുന്നഹ്. ഇതെല്ലാം കുറെ പഠിച്ചാൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും.
മനസ്സിലായോ? വേറെ പേരിൽ ഇൽമുൽ അഖീദ അറിയപ്പെടും. ഉസൂലുദ്ദീൻ, ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്നാണ് അർത്ഥം. ഉസൂലുദ്ദീൻ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മള്? ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമാണ് ഇൽമുൽ അഖീദ. അഖീദ എന്ന പദത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് ഭാഷാപരമായ അർത്ഥം, കെട്ടുക, ഉറപ്പിക്കുക എന്നൊക്കെയാണ് ആ അർത്ഥം. രണ്ട് ഇസ്തിലാഹൻ, ദീനിൽ ഇസ്ലാമിൽ അഖീദ എന്ന് പറഞ്ഞാൽ അൽ ഈമാനുൽ ജാസിമു ബില്ലാഹി തആല, അല്ലാഹുവിലുള്ള ഉറപ്പുള്ള വിശ്വാസത്തിന് പറയുന്ന പേരാണ് അഖീദ. അഖീദ എന്ന പദം അല്ലെങ്കിൽ എന്ന വിഷയം മറ്റു ചില പേരിലും പറയപ്പെട്ടിട്ടുണ്ട്. ഇൽമുസ്സുന്ന അല്ലെങ്കിൽ ഉസൂലുദ്ദീൻ, ഈ പേരുകളിലും ഇത് അറിയപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇൽമുൽ അഖീദ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമായി മാറിയത്? പറയൂ. എന്തുകൊണ്ടാണ് ഇൽമുൽ അഖീദ മറ്റെല്ലാ ഇൽമിനേക്കാളും പ്രധാനപ്പെട്ട ഇൽമായി മാറിയത്? എന്തുകൊണ്ട്? അടിമകൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നത് അവരുടെ വിശ്വാസം പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എന്താ പറഞ്ഞ? അടിമകൾ ചെയ്യുന്ന അമലുകൾ, അമൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തികൾ, അത് അള്ളാഹു സ്വീകരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ പരിഗണിച്ചുകൊണ്ടാണ്. വിശ്വാസിയല്ലെങ്കിൽ അമലുകൾ സ്വീകരിക്കൂല. വിശ്വാസിയാണെങ്കിൽ ചെറിയ അമലാണെങ്കിലും അള്ളാഹു സ്വീകരിക്കും. പറഞ്ഞു തിരിഞ്ഞോ? ഒരു ആയത്ത് നോട്ട് ചെയ്തു. സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്ത്. സൂറത്തു സുമറിലെ 65. 65 നിങ്ങളെ ഭാഷ പറഞ്ഞേ. നിങ്ങളെ ഭാഷ സൂറത്തു സുമർ. അടുത്ത ക്ലാസ്സിൽ ആ ആയത്തും എഴുതി അതിന്റെ അർത്ഥവും എഴുതിയിട്ടുണ്ട്. എന്റെ കുപ്പാട് പറഞ്ഞോണ്ട് വെറുതെ വന്നിരിക്കാന്ന് പറയും. സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്ത്. وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കുള്ള നോക്കി. 15ന്റെ മുകളിൽ 16, 17, 18. അത് 30, 40 ആവാം. 15ന്റെ മുകളിൽ വലത്തേക്ക് മുക്കള ടൂറിസ്റ്റുകളുടെ കഴിയാൻ നോക്കുന്നത്. വലത്തേക്ക് അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എഴുതി പഠിക്കുക. മനസ്സിലായല്ലോ? സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്ത്. അതിലെന്താ അല്ലാഹു പറയുന്നതറിയോ? നിങ്ങൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, നബിയെ, ഞാൻ താങ്കൾക്കും നിങ്ങളുടെ മുന്നിൽ വന്ന പ്രവാചകന്മാർക്കും, ടോട്ടൽ എത്ര പ്രവാചകന്മാരുണ്ട്? 1.25 ലക്ഷം അംബിയാ മുർസലീങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാരോടും ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ?
നിങ്ങൾ ശിർക്ക് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അൽ ഈമാനുൽ ജാസിമു ബില്ലാഹി തആല പറഞ്ഞില്ലേ, ആ ഉറപ്പില്ലാത്ത വിശ്വാസികളായാൽ, ശിർക്ക് വന്ന ഉറപ്പ് പോയി. ശിർക്ക് എന്താ നമുക്ക് പഠിക്കാം. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങൾ ചെയ്ത അമലുകളെല്ലാം പൊളിഞ്ഞു പോവും, നിങ്ങൾ നഷ്ടവാളിയായി തീരുകയും ചെയ്യും. അപ്പൊ അല്ലാഹു അമലുകൾ പൊളിക്കാതെ നഷ്ടവാളിയാക്കാതെ നമ്മളെ സ്വീകരിക്കണമെങ്കിൽ എന്താണ് നിബന്ധന? ശിർക്കുണ്ടായിക്കൂടാ എന്ന് പറഞ്ഞാൽ വിശ്വാസം ക്ലിയർ ആയിരിക്കണം, വിശ്വാസം ഉറച്ച വിശ്വാസമായിരിക്കണം. അള്ളാഹ് അറിയേണ്ട പോലെ അറിയണം, അള്ളാഹുവിനെ കൊടുക്കേണ്ട വില കൊടുക്കണം, അള്ളാഹിനെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കണം. എന്നിട്ട് ചെയ്ത അമല് മാത്രമേ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുള്ളൂ. അതുകൊണ്ടാണ് ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഇൽമ് ഏത് ഇൽമായത്? അഖീദയുടെ ഇൽമ് ആയത്. മനസ്സിലായല്ലോ? അപ്പൊ ഒരാൾ പഠിക്കാൻ തുടങ്ങുമ്പോ എന്തല്ല പഠിക്കേണ്ടത്? നിസ്കാരമല്ല, നോമ്പല്ല, ഖുർആനല്ല, ഹദീസല്ല, പിന്നെയോ അഖീദ. ആദ്യം വിശ്വാസം ശരിയാക്കണം. അല്ലെങ്കിൽ നമ്മൾ ബാക്കി എന്ത് പഠിച്ചിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. എന്ത് പഠിച്ച് എന്ത് ചെയ്താലും അത് അല്ലാഹുവിന്റെ അടുത്ത് ഖബൂലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത്? ഇൽമുൽ അഖീദ പഠിക്കാൻ തിരഞ്ഞെടുത്തത്. മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങൾക്ക് അല്ലാഹു നല്ലൊരു അവസരമാണ്, നല്ലൊരു ചാൻസ്. ഒരു 3/4 മണിക്കൂർ സമയം വന്നിരുന്ന് ദീൻ കേൾക്കുക, അള്ളാഹുവിനെ പറ്റി കേൾക്കുക, റസൂലുള്ളാഹിനെ പറ്റി കേൾക്കുക, ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുക. അത് ഈ പ്രായത്തിലേ കേട്ട് വളർന്നാൽ വലുതാവുമ്പോൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ചെറുപ്പത്തിലേ ശീലിച്ചൊരു കാര്യം വലുതായാലും അങ്ങനെ തന്നെ ഉണ്ടാവും, അത് പിന്നെ മാറൂല. ചെറുപ്പത്തിലേ നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. പല്ല് തേക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? എത്ര വയസ്സിന്? ഒരു 4 വയസ്സ് കൂട്ടിക്കോ. അപ്പോഴാ പല്ല് തേക്കാൻ തുടങ്ങിയത്. അത് ചേർത്തി ചേർത്തി ശീലായി. ഇപ്പൊ 15 വയസ്സായതിനു ശേഷം ഉമ്മ വന്നിട്ട് പല്ല് തേക്കണമെന്ന് പറയണം? ഇല്ല. എന്താ കാര്യം? അത് നമ്മുടെ ശരീരത്തിനൊരു ആദത്തായി, ശീലായി. എന്താ ഇംഗ്ലീഷ് പറയാം? ഹാബിറ്റ്. അത് പറയേണ്ട കാര്യമില്ല. നിഹാൽ രാവിലെ എഴുന്നേറ്റപാട് എന്താ ചെയ്യാം? മുദ്രിക്കാൻ പോക്കില്ലേ? അത് മുസ്ലിം പറയണം. അപ്പൊ മുദ്രിക്ക് പോലെ നിഹാലെന്ന് പറയണം? വേണ്ട? ഇല്ല. എന്തുകൊണ്ട് വേണ്ട? അത് നിഹാലിന്റെ ഓഡിയോ പഠിച്ചു. രാവിലെ എഴുന്നേറ്റാൽ തന്നെ എന്ത് ചെയ്യണം? പോയിട്ട് മൂത്രയിച്ചിട്ട് വൃത്തിയാവണം എന്ന് പഠിച്ചു കഴിഞ്ഞു. മൂത്രയിച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം? കഴുകും. അവരെ ചുവപ്പണിച്ച് വലുന്ന് പറയൂ. കഴുകും. കഴുകണം നാലെങ്കിലും പറഞ്ഞാൽ ഇതൊരു ആദ്യത്താണ്. അത് നമ്മുടെ ശരീരം ശീലിച്ച കാര്യമാണ്. ഇനി മെലിക്കുന്നവർ നമ്മൾ എന്ത് ചെയ്യും? കഴുകും, വൃത്തിയാക്കും. അപ്പൊ ചെറുപ്പത്തിലെ ശീലിച്ചാൽ, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വന്നല്ലേ, വലുതാകുമ്പോൾ ആരും പറയേണ്ട കാര്യമില്ല. അതേപോലെ ദീനിന്റെ കാര്യങ്ങള് ചെറുപ്പത്തിലെ നമ്മൾ കണ്ടും കേട്ടും ചർച്ച ചെയ്തും പഠിച്ചും വളർന്നു വന്നാൽ വലുതാകുമ്പോൾ ആരും പറഞ്ഞേണ്ട കാര്യമില്ല. നമ്മുടെ ദീൻ, നമ്മുടെ ശരീരം നമ്മൾ അറിയാണ്ടൊക്കെ ചെയ്തു. അങ്ങനെ ആയി കിട്ടിയാൽ നമ്മൾ ജയിച്ചു. ഇല്ലെങ്കിൽ അപകടമാണ്. ദുനിയാവില് ജീവിച്ചിട്ട് മരിക്കണ്ടേ? മരിക്കുന്നുള്ള ഉറപ്പല്ലേ? മരണത്തിന് പ്രായമൊന്നുമില്ല. വയസ്സറായിട്ടേ മരിക്കുമോ ഒന്നും വിചാരിച്ചു പോണ്ട. ഏത് സമയത്തും മരണം വരും. മരണം വന്നു കഴിഞ്ഞാൽ ദുനിയാവ് തീർന്നു. എനിക്ക് പിന്നെ ചാൻസ് ഇല്ല, അവസരമില്ല. ഉള്ള അവസരം ഉപയോഗപ്പെടുത്തി ചെയ്തവർ അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ പിടിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഉറപ്പാണ്. ഇവിടെ 2 ക്യാമറ ഫിറ്റ് ചെയ്തു. ഇല്ല, ക്യാമറ ഫിറ്റ് ചെയ്തു എന്തല്ലേ? എന്നിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് പറഞ്ഞു, മക്കളെ 2 ക്യാമറ ഉണ്ട്, ശ്രദ്ധിച്ചിരുന്നോ, കുരുത്തക്കേട് കാണിക്കരുത്, ഞാൻ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട്. കുരുത്തക്കേട് കാണിക്കോ? ഇല്ലല്ലോ. മുമ്പിൽ നോക്കുന്ന ആരുമില്ല, പിന്നെ എന്തേ ഉള്ളൂ? 2 ക്യാമറ. പക്ഷെ ആ ക്യാമറ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്താ?
അതിന്റെ അപ്പുറത്ത് നിന്ന് നോക്കുന്ന ഒരാളുണ്ട്, അയാൾ ഇത് കാണും, അയാൾ പിടിച്ചാൽ പണിഷ്മെന്റ് കിട്ടും. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കും. അതിനേക്കാളും വലിയ ക്യാമറ വെച്ചിട്ട് അള്ളാഹു എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ട്, പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഹറാമ് കേൾക്കരുത്, നിങ്ങൾ കേട്ടാൽ ഞാൻ അറിയും എന്നാര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഹറാമ് നോക്കരുത്, ഞാൻ കാണും എന്നാര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ഹറാമ് കേൾക്കുന്ന, ഹറാമ് കാണുന്ന എന്തുകൊണ്ടാ? നമുക്ക് ശരിക്കുള്ള വിശ്വാസമായില്ല. നമുക്ക് ഈമാനുൽ ജാസിം വന്നിട്ടില്ല. അത് വന്നെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന്റെ മുമ്പിൽ എത്തുമ്പോ നമ്മുടെ മനസ്സ് പറയും ചെയ്യണ്ട. ആര് നോക്കുന്നുണ്ട്? അള്ളാഹു നോക്കുന്നുണ്ട്. അള്ളാഹ് കാണാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അള്ളാഹു അറിയാണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റും? ഒരു കറുത്ത പാറയുടെ അടിയിലൂടെ നടക്കുന്ന ഒരു കറുത്ത ഉറുമ്പിന്റെ കാല് അടിക്കുന്ന ശബ്ദം ആരും കേൾക്കുന്നുണ്ട്? നമുക്ക് കേൾക്കുമോ? നമ്മൾ ഇരിക്കുന്ന ഈ കൊടിയിൽ ഉറുമ്പ് നടന്നാൽ നമ്മൾ അതിന് ശബ്ദം കേൾക്കും? ഇല്ല. അള്ളാഹു അങ്ങനെ കേൾക്കുന്നവരാണ്. എല്ലാരെയും കാണും, എല്ലാരെയും കേൾക്കും, എല്ലാരെയും നോക്കി നിരീക്ഷിച്ച് വെക്കുന്നുണ്ട്. ഈ ബോധം നമ്മളിൽ ഉണ്ടാവണം. രക്ഷപ്പെട്ടു. ഈ ബോധം ഉണ്ടാവണമെങ്കിൽ ഇൽമു വേണം, നമ്മളെ കൽബിൽ നൂറ് പ്രകാശം വേണം. ഇല്ലെങ്കിൽ നമ്മുടെ ദുരിതം കിട്ടും. നമ്മളെ ഉപ്പയും ഉമ്മയും നമ്മളിൽ നിന്നും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ ആരെങ്കിലും മോശമാവാൻ ഉപ്പയും ഉമ്മയും ആഗ്രഹിക്കും? ഒരിക്കലുമില്ല. നാലാളെ മുമ്പൊന്ന് മക്കളെ കൊണ്ട് അവർക്ക് നാണക്കേടാവാൻ അവർ ആഗ്രഹിക്കൂ? നമ്മളായിട്ട് ആ നാണക്കേട് ഉണ്ടാക്കരുത്, മറിച്ച് ഇസ്സത്ത് ഉണ്ടാക്കിക്കൊണ്ടു ഉപ്പാക്കുമാണ് പറഞ്ഞാല് അവർക്ക് അഭിമാനിക്കാൻ പറ്റണം ആൾക്കാരെ മുമ്പിൽ നമ്മളെ കൊണ്ട്. അത് നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കിയേ പറ്റുള്ളൂ, വെറുതെ കിട്ടൂല. പരിശ്രമിച്ചുണ്ടാക്കണം. ഉപ്പാക്കുമാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയോ? എന്താണ്? നമ്മൾ നന്നാവരാണ്. നമ്മൾ നന്നാവരാണ്. അവർക്ക് വേറെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുറെ സമ്പാദിച്ച് ലക്ഷക്കണക്കിന് ഉറുപ്പ പെട്ടിയിലാക്കിയിട്ട് ഉപ്പാനെ മുമ്പ് കൊണ്ടുവച്ചു വെച്ചോ. പക്ഷെ മടക്കേരിക്കാർ നമ്മളെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും ഒരു വാർത്ത പറഞ്ഞാൽ ആ ലക്ഷമൊന്നും പിന്നെ ഉപ്പാനെ മനസ്സിലുണ്ടാവില്ല. മറിച്ച് എന്തേ ഉണ്ടാവും? ആൾക്കാർ മോനെ പറ്റി പറഞ്ഞാൽ മോശമായ വാക്ക് മാത്രമേ ഉണ്ടാവും. പക്ഷെ 5 പൈസ കൊടുക്കൂല നെഹാല്. ഉപ്പാക്ക് കൊടുക്കൂല, ഉമ്മാക്ക് കൊടുക്കൂല. ആളും പിശുക്കനാണ്. എന്നാലും മടക്കേരിക്കാർ നെഹാലിനെ പറ്റി പറയുമ്പോൾ 1000 നാവാണ്. മാഷാ അല്ലാഹ്, അങ്ങനത്തെ ചെക്കൻ മുസ്തഫ ഭാഗ്യം എന്ന് പറയുന്ന മുസ്തഫ കേട്ടാൽ പിന്നെ മുസ്തഫക്ക് പൈസ വേണം? ഒന്നും കുഴപ്പമില്ല. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളിപ്പോ ഈ സമയത്ത് ഉപ്പാവും ഉമ്മാവും പോയിട്ട് ഇരിക്കുന്നു പറഞ്ഞ് വിടുന്നതിന് എന്തിനു വേണ്ടിയിട്ടാ? ആ മാറ്റം ഉണ്ടാവാൻ. അതുണ്ടാവും. നല്ല ദീനിയായ ഒരു ഗ്യാങ് ഉണ്ടാവും. പരസ്പരം അള്ളാഹനെ പറയുന്ന, ആശ്രമം പറയുന്ന, നന്മകൾ ഉപദേശിക്കുന്ന, മോശമായിട്ട് എന്തെങ്കിലും കണ്ടാൽ നീ ചെയ്ത് ശരിയായിട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നല്ല കൂട്ടുകെട്ട് ഇതിലൂടെ ഉണ്ടാവും. അള്ളാഹു നല്ല തോന്നിക്കരട്ടെ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് അടുത്ത ആഴ്ചയിൽ ഞാൻ ചോദിക്കും. ഈ ആഴ്ച വന്ന പോലെ വരാൻ പാടില്ല. സൂറത്തുൽ സുമർ 65-ാമത്തെ ആയത്ത് എഴുതി അതിന്റെ അർത്ഥവും എഴുതി അത് കാണാതെ പഠിച്ചു വെച്ചിട്ട് വരണം. അള്ളാഹു നല്ല തോന്നിക്കരട്ടെ.